നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്രാഫ്റ്റ് വില്ലേജുമായി ചേർന്ന് സെപ്റ്റംബർ 1 മുതൽ 7 വരെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 8 കേന്ദ്രങ്ങളിലാണ് ഓണാഘോഷം സംഘടിപ്പിക്കുക. കോഴിക്കോട് ബീച്ച്, ബേപ്പൂർ, സർഗാലയ, ലുലു മാൾ, കുറ്റിച്ചിറ, തളി, മാനാഞ്ചിറ, ടൗൺ ഹാൾ എന്നിവയാണ് വേദികൾ. വാണിജ്യമേള, ഫ്ലവർ ഷോ, കൈത്തറി കരകൗശലമേള, ഭക്ഷ്യമേള, പുസ്തകോത്സവം, പൂക്കള മത്സരം തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമാക്കും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, KM സച്ചിൻ ദേവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ എന്ന സംരംഭം നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ടു പോകുകയാണ് അത്തോളി സ്വദേശികളായ 4 വനിതകൾ. വിവിധ കുടുംബശ്രീകളിലെ അംഗങ്ങളായ വിജയലക്ഷ്മി, ബിന്ദു, ശാലിനി, ഷാനില എന്നിവർ ചേർന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംരംഭത്തിന് തുടക്കമിട്ടത്. ഡ്രൈവിംഗ് പരിശീലനത്തിനോടൊപ്പം ഡ്രൈവിംഗ് തിയറി, വാഹനങ്ങളുടെ പൊതുവിവരണം, ഗതാഗത നിയമങ്ങൾ, നിയമലംഘനങ്ങൾ എന്നിവയിലും വിശദമായ ക്ലാസുകൾ നൽകുന്നുണ്ട്. അയൽക്കൂട്ടം മുഖേന വായ്പയിലൂടെയാണ് സംരംഭം തുടങ്ങുന്നതിനുള്ള മൂലധനം കണ്ടെത്തിയത്. 2 വീലർ, 4 വീലർ, ബസ് ലൈസൻസ് എന്നിവയാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത്. കൊടശ്ശേരി ടൗണിൽ തുടങ്ങിയ സ്കൂൾ നിലവിൽ അത്തോളി, വെങ്ങളം, MMCയിലും പ്രവർത്തിച്ചു വരുന്നു. 3 ദിവസം നീണ്ട മലബാർ റിവർ ഫെസ്റ്റിവലിന് ആവേശോജ്വല സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. റാപ്പിഡ് രാജ, റാപ്പിഡ് റാണി പട്ടങ്ങളും മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ 11ാമത് എഡിഷൻ സംഘടിപ്പിച്ചത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 12, 13, 14 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റ് പരിശീലനം സംഘടിപ്പിക്കും. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 8 വൈകിട്ട് 5-നകം 0452241457 നമ്പറിലോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യണം. കൺഫർമേഷൻ ലഭിച്ചവരെ മാത്രമാണ് പങ്കെടുപ്പിക്കുക. കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയുടെ റാങ്ക് പട്ടിക PSC ജില്ലാ ഓഫീസർ പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റിലെ കോഴിക്കോട് താലൂക്ക് വികസന സമിതി യോഗം 2-ന് രാവിലെ 11 മണിക്ക് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. രജിസ്ട്രേഷൻ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി യോഗം ആഗസ്റ്റ് 4 വൈകിട്ട് 4-ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 10. ഫോൺ നമ്പർ 047125700471. ഐസ് ബോക്സ് വിതരണം ചാലിയം മാതൃക മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് 100 ലിറ്ററിന്റെ ഐസ് ബോക്സ് വിതരണം ചെയ്യും. ചാലിയം മത്സ്യഗ്രാമത്തിലെ സ്ഥിര താമസക്കാർക്ക് ബേപ്പൂർ മത്സ്യഭവൻ ഓഫീസിൽ ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495238378. MTech സ്പോട്ട് അഡ്മിഷൻ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ MTech കോഴ്സുകളിലെ ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 30 രാവിലെ 10-നകം കോളേജിൽ എത്തിച്ചേരണം. വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 049523832220.
കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ വിഭാഗത്തിൽ നിലവിലുള്ള ലാറ്ററൽ എൻട്രി ഒഴിവിലേക്കും മറ്റു വിഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ നടത്തും. 2025-26 ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 30 രാവിലെ 10 കോളേജിൽ എത്തണം. ഫോൺ നമ്പർ 049523832220. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.